ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ട്യൂണ റോസ്റ്റാണ്. ട്യൂണ അഥവാ ചൂരമീൻ റോസ്റ്റ്. ട്യൂണ റോസ്റ്റ് തയ്യാറാക്കാനായി ആദ്യം തന്നെ നമുക്ക് മീൻ വറക്കാൻ ആവശ്യമായ മസാല തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആദ്യമേ ധാരാളം ചേർക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അല്പാൽപ്പം വെള്ളം ചേർത്ത് മീനിൽ പുരണ്ടിരിക്കുന്ന പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൈക്ക് ഹീറ്റുള്ള ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ശരിക്കായിട്ടില്ല, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പെർഫെക്റ്റ് ആണ്. ഇത് നമുക്ക് മീനിൽ പുരട്ടിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ട്യൂണയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് ട്യൂണയാണ് ബെസ്റ്റ് ഫിഷ്. ഞാനിവിടെ ഒരു 7 മീഡിയം സൈസ് സ്ലൈസ് മീറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ട്യൂണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ട്യൂണ 2 തരമുണ്ട്, വൈറ്റ് ഇറച്ചിയുള്ളതുകൊണ്ട് ഇതുപോലെ കറുത്ത ഇറച്ചിയുള്ളതുണ്ട്. വൈറ്റാണ് നല്ലത് കേട്ടോ, ഇത് അത്ര ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ മസാല പുരട്ടിയതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്ന് പറയുന്നത് ഒരു 2 വലിയുള്ളി ഇതുപോലെ പൊടിയായി അരിഞ്ഞതും ഒരു 5-6 പച്ചമുളക് പൊടിയായി അരിഞ്ഞിട്ടുള്ളതുമാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മീൻ വറക്കാനായിട്ട് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ വറക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് യൂസ് ചെയ്യാം, പക്ഷേ ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുക വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത്. ധാരാളമായിട്ട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ മീനിൻ്റെ മസാല അങ്ങോട്ട് കരിഞ്ഞു പോകും, അപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. മീൻ കഷ്ണങ്ങൾ ചേർത്ത് ഇത് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ മീനിൻ്റെ ഒരു ഉളുമ്പ് ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചില ട്യൂണയ്ക്കെല്ലാം ഒരു ഓയിലി ടേസ്റ്റ് ഉണ്ടാവും, അപ്പോൾ വിനാഗിരി ചേർക്കുമ്പോൾ നമുക്കത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മീൻ അത്യാവശ്യം ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറുവശവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, തീ കൂട്ടിയിടരുത്. അതുപോലെ വിനാഗിരി ഇനി ചേർക്കേണ്ട, 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. അപ്പം നമ്മുടെ മീൻ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അപ്പം മീൻ ഞാൻ മാറ്റി വെച്ചു. നമ്മുടെ പാനിൽ ഇത്രയും ഓയിൽ ഇരിപ്പുണ്ട്. ഇത്രയും ഓയിൽ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ അധികമുള്ള ഓയിൽ അങ്ങ് കളയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഓയിൽ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ 1.5 ടീസ്പൂണോളം ഓയിൽ മതി. പിന്നെ ഈ പൊടി ഉണ്ടല്ലോ, ഇത്രയും മതി പാനിൽ കേട്ടോ. ഇത് ഓൾറെഡി നല്ല ചൂടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുത്താൽ മതി. ഒരു ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവണം, എന്നാൽ ആ ക്രഞ്ചിനെസ് ഇരിക്കുകയും വേണം. വല്ലാതെ ഗോൾഡനോ വഴന്നങ്ങ് കുഴഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. എന്നാലും കുറച്ച് എരിവ് വേണം, ഇല്ലെങ്കിൽ ഈ റെസിപ്പി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടി ഈ മസാലയിലും നമ്മൾ ഉപ്പ് ചേർക്കണം. അമിതമായി പോവരുത്, ആവശ്യത്തിന് മതി. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വിനെഗർ ചേർത്ത് കൊടുക്കാം. വൈറ്റ് വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ചൊന്ന് തീ കൂട്ടിയിട്ട് ഇതൊന്ന് ഡ്രൈ ആവുന്നത് വരെ ഉള്ളി വഴറ്റിയെടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ഒരല്പം കൂടി ചേർത്ത് കൊടുത്തോളൂ, ആവശ്യമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി ഒന്ന് ഡ്രൈ ആവണേ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് കഴിയും. ഒരുപാട് സമയം വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഉള്ളി ഇങ്ങനെ വല്ലാതെ സോഫ്റ്റ് ആവരുത്, ഒരു ക്രഞ്ചിനെസ് ഇരിക്കണം ഉള്ളിക്ക്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ആ ഒണിയൻ മസാല കൊണ്ട് ആ ഫിഷ് ഒന്ന് കവർ ചെയ്യാം, അത്രയേ ഉള്ളൂ. മിക്സ് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് ഈ മസാല സൈഡിൽ നിന്നെല്ലാം എടുത്ത് ഇതിൻ്റെ മേലേക്കൊന്ന് തട്ടിയിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് ഒരു 3 മിനിറ്റ് കവർ ചെയ്ത് വെക്കാം. ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു കംപ്ലീറ്റ്ലി കവറാവുന്ന ഒരു ലിഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്താൽ മാത്രം മതി. തീ ഓഫ് ചെയ്തോളൂ. ആ ഒരു വിനാഗിറിൻ്റെ പുളിപ്പും
മറ്റ് ഫ്ലേവേഴ്സും ഒക്കെ ആ മീനിലേക്കൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതാ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ടും നല്ല സ്റ്റീമുണ്ട്. നമ്മുടെ ഫിഷ് പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണിത്. ഈ റെസിപ്പി രതീഷേട്ടൻ്റെ അച്ഛൻ്റെ റെസിപ്പിയാണ്. അച്ഛനാണ് ഞങ്ങൾക്ക് ഈ റെസിപ്പി പഠിപ്പിച്ചു തന്നത്. രതീഷിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് പ്രിപ്പറേഷനാണിത് കേട്ടോ. എല്ലാ വീട്ടിലും അച്ഛന്മാർക്ക് അവരുടെ ഒരു സീക്രട്ട് റെസിപ്പി ഉണ്ടാവില്ലേ. അമ്മയാണ് മെയിൻ ഷെഫെങ്കിലും അച്ഛൻ വല്ലപ്പോഴും അടുക്കളയിൽ കയറാറുള്ളൂ. പക്ഷേ അച്ഛൻ ഉണ്ടാക്കുന്ന ആ ഒരു വിഭവത്തിന് ഭയങ്കര ടേസ്റ്റായിരിക്കും അമ്മ ഉണ്ടാക്കുന്നതിനേക്കാളും. അമ്മമാരെ ദേഷ്യം പിടിപ്പിക്കാൻ പറയല്ല കേട്ടോ, പൊതുവേ എല്ലാ വീട്ടിലുള്ളൊരു സ്ഥിതിയാണിത്. അതുപോലെ ഞങ്ങളുടെ അച്ഛൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരേക്ക് ബൈ ബൈ.